ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോൾ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. തിങ്ക് പോസിറ്റീവ്ലി. മെഡിറ്റേഷൻ ചെയ്ത് പ്രാർത്ഥിച്ചിരിക്കുക. ഈ പേഴ്സൺ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരിൽ നിന്ന് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഐ ഡിഡൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. ഓക്കെ, അവർക്ക് ഒരു ആക്ഷൻ എടുക്കാനുള്ള അവസരം അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഓർത്ത് അവർ അതാണ് ഒരുപാട് റിഗ്രറ്റ് ആവുന്നുണ്ട്. മേ ബി ഇപ്പോൾ ഈ വ്യക്തി ഒരുപാട് ശ്രമിച്ചിട്ടും ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ലഭിക്കുന്നില്ല. നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നില്ല. മേ ബി നിങ്ങൾ സൈലൻ്റ് ആയിരിക്കാം, നിങ്ങൾ യാതൊരു കോണ്ടാക്റ്റും ചെയ്യാണ്ട് ചിലപ്പോൾ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ നടന്ന് ഒരു സെപ്പറേഷനിലൊക്കെ എത്തിയിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അതുകൊണ്ട് അവരായിട്ട് തന്നെയാണ് ഈ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തു പോയത് എന്നവർ ചിന്തിച്ച് ഒരുപാട് ഡിപ്രസ്ഡ് ആവുന്നുണ്ട്. അവർക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നുണ്ടാവില്ല. ശരിക്കും അവർ ആ ഒരു സിറ്റുവേഷനിൽ തളർന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. ചില സത്യങ്ങൾ നിങ്ങളോടായി തുറന്നു പറയാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് ആണ്. ഇനിയും ഒരുപാട് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും ഇടയിലുണ്ട്, ഈ ഒരു ബന്ധത്തിലുണ്ട് എന്നുള്ളതാണ്. അത് കറക്റ്റാക്കി പരസ്പരം പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുള്ള സമയമാണ് എന്നൊക്കെ ഈ വ്യക്തി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഈ ചില കാര്യങ്ങൾ പലതും അവരുടെ മനസ്സിൽ നിന്ന് തന്നെ ഒരുപാട് എന്താണ് ചിന്തിച്ചുകൊണ്ട് തിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ തെറ്റുകളാണ് അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ളത് എന്നവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്കൊരു അവസരം ആ തെറ്റുകൾ തിരുത്താനായിട്ട് കൊടുക്കണം. ഒരു പുതിയ ചാപ്റ്റർ, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം ഈ റിലേഷൻഷിപ്പിൽ എന്നൊക്കെയാണ് ആ വ്യക്തി പറയുന്നത്. ഐ ആം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. ഇപ്പോൾ അവർക്ക് ഏതൊരു അവസരത്തിലും നിങ്ങളെ നേടിയാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമാണുള്ളത്. ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം. ഓക്കെ, അവർ പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല ഈ റിലേഷൻഷിപ്പിൽ നിന്നുള്ളൊരു ഔട്ട്കം ഉണ്ടായിരിക്കുന്നത്. മേ ബി ഇത് നിങ്ങൾക്കും ഫീൽ ആയിട്ടുള്ള കാര്യമാണ്. തിങ്സ് ഡിഡിൻറ്റ് ഗോ ദ വേ ഐ പ്ലാൻഡ് എന്നുള്ളത്. നിങ്ങൾ ചിന്തിച്ച പോലെയൊന്നുമല്ല റിലേഷൻഷിപ്പ് കൺവേർട്ട് ആയിരിക്കുന്നത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു തരത്തിലുള്ള ക്യാരക്ടറും ഈ വ്യക്തിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സിറ്റുവേഷനിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ആൻഡ് ഐ ഫീൽ പെയിൻ ഫ്രം ദി ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. അവർ നിങ്ങളെ ഒരുപാട് തകർത്തിട്ടുണ്ട്, നിങ്ങളെ ഒരുപാട് തരത്തിൽ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് അവർ കാരണമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടിരിക്കുന്നത്. അതിൽ അവർ ഒരുപാട് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്, ഗിൽറ്റ് ഫീൽ ആവുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. ഓക്കെ, പല ഹാബിറ്റ്സും അവർക്കും നിങ്ങൾക്കുമുണ്ട്. ഒരുപാട് തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ് ഈ വ്യക്തിയിലുണ്ട്. അതൊക്കെ ചേഞ്ച് ചെയ്യാൻ കഴിയുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് പക്ഷേ എപ്പോഴൊക്കെ നിങ്ങൾ സെപ്പറേഷനിലായിട്ടുണ്ടോ, മേ ബി ഇതിപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം.
നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് സെപ്പറേഷനിൽ പോയിട്ടുള്ളത്. പക്ഷേ എപ്പോഴും ഒരു കണക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യാറുണ്ട്, എത്ര ഡിസ്റ്റൻസിലായിരുന്നാലും. ഓക്കെ, ആൻഡ് ദി സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ. ഓക്കെ, അവർ ഈ ഒരു സാഹചര്യം കൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അവരുടെ എനർജിയെ തന്നെ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഇപ്പോഴും നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പൂർവാധികം നല്ല ശക്തമായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഇത് മാറുമെന്നവർ ഇപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ആൻഡ് ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗോട്ടൺ എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നുണ്ടായ ജീവിത പാഠങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നല്ല. അത്രയും ഒരു സോൾ കോൺട്രാക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. പാസ്റ്റ് ലൈഫിൽ ആ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ടായിരിക്കാം, അതുകൊണ്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ പറയുകയാണ്, ഇനി ഒരിക്കലും നിങ്ങളെ വിട്ട് മറ്റൊരാളിലേക്കോ റിലേഷൻഷിപ്പിലേക്കോ ഇനി മറ്റൊരു സിറ്റുവേഷനിലേക്കോ ഒന്നും അവർ ഓടിപ്പോവില്ല. കാരണം അവരങ്ങനൊരു തീരുമാനമെടുത്ത് നിങ്ങൾ വിട്ടുപോയ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകാനാണ് ഫസ്റ്റ് ആഗ്രഹിക്കുന്നത്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചറിൽ അവരുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം അത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒട്ടനവധി കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മേ ബി അത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ തന്നെ ആയിരിക്കാം. ഈ പേഴ്സണ് നിങ്ങളെക്കാളും ഒരു ഫിനാൻഷ്യലി സൗണ്ടായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം, വൈസ് വേഴ്സ ചിന്തിക്കാം. പക്ഷേ അങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ഈ പേഴ്സണ് അത്തരം ചിന്തകൾ കൂടുതലാകുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ അവർ മനസ്സിലാക്കുന്നു അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസിനേക്കാളും നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു ലവിന് തന്നെയാണ്. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളെ മാറ്റി വെച്ചാലും ഈ റിലേഷൻഷിപ്പിൽ, ഈ ഒരു സ്നേഹബന്ധത്തിൽ യാതൊരു കുറവും ഉണ്ടാകില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. നിങ്ങളെ രണ്ടുപേരെയും ഒരു കാര്യത്തിനും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. And next one is, I know my inability to make a decision hurts you. ഒരു അനുകൂലമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാത്തതിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരുപാട് ഈർഷ്യ തോന്നുന്നുണ്ടാവാം. അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ അവരുടെ ഒരു വാക്ക് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റുമായിരുന്നിരിക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഈ വ്യക്തി സൈലൻ്റ് ആയിട്ടിരുന്നതിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. മേ ബി ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഈ വ്യക്തി എന്തുകൊണ്ടാണ് എനിക്ക് അനുകൂലമായിട്ട് നിൽക്കാണ്ടിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് അനുകൂലമായിട്ട് സംസാരിക്കാണ്ടിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി അതൊരു തേർഡ് പാർട്ടി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ തന്നെയാണ് ഇതിനിടയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ there were other things that got in the way of us being together. നിങ്ങളെ ഒന്നിച്ച് ചേരുന്നതിൻ്റെ ആ ഒരു പാതയിൽ തടസ്സമായിട്ട് അത്തരം ചില കാര്യങ്ങൾ ഇഷ്യൂസ് ആണ് കാണുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളോട് പറയാത്തതായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ അവർ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഐ ഹാവിൻ ടോൾഡ് യു എവറിത്തിങ്. ഓക്കെ, അങ്ങനെയുള്ള കുറേ സ്പാർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഇപ്പോഴും അവർ ഹൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി അവർ ഈ ഒരു സമയത്ത് അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുന്നത്. ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ. അവരെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഒരു പക്ഷേ മനസ്സിലാക്കും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങൾക്കും ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും അധികം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ് എന്നുള്ളതാണ്. അവർക്ക് ഫർഗീവ്നെസ് കൊടുക്കുക. ആ ഒരു പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്തിട്ട് അവരൊരുപാട് സ്ട്രഗിൾ ചെയ്യുകയാണ്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിച്ചു എന്ന് മനസ്സുകൊണ്ടെങ്കിലും പറയാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇതിനോടകം അവരിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.